വിട്ടുകൊടുക്കരുത്, വെട്ടി നുറുക്കണം എല്ലാത്തിനെയും. ശശിധരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണിയൊരുക്കിയത് അവനാ, ഓരോത്ത് രാഘവൻ. അവനിപ്പോ MLA. എന്റെ കാലേ തളർന്നിട്ടുള്ളൂ. ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ 10 താഴ്ത്തി എന്ന് കരുതി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ. അറുത്തെടുക്കണ എംബോക്കിയുടെ കാലുകൾ. എന്ത് മണ്ഡല പര്യടനം നടക്കില്ലെന്നോ? നമ്മുടെ 2 സഖാക്കളെ കൊന്നു. ഓഹോ, അപ്പൊ ഭരതൻ കളി തുടങ്ങി. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നുള്ളൂ. You are under arrest. എന്റെ കണ്ണു പിടിച്ച് നടക്കുകയല്ല കളർ റാസ്കൽ. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ താനരാ? അവൻ പറഞ്ഞു വിട്ടല്ലേ? എനിക്കറിയാം. ഈ നാട് ചുട്ടെരിയുമ്പോ അന്തകന്റെ നിഴല് പോലെ അവൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. എനിക്ക് നിയമം നടപ്പാക്കണം. എവിടെയാ അവൻ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്യാമെന്ന് മറിയ ഡോക്ടറാ. എല്ലാം കണ്ട് പേടിച്ചിങ്ങോട്ട് ഓടിക്കയറിയതാ. അപ്പൊ ഇന്നാട്ടി പുതിയതാ? കൊലപാതകം ഇവിടെ ഒരു തമാശയാ. 2-ന് 2 ഈക്വൽ സ്കോർ. അപ്പൊ മൃഗം ഡോക്ടറാ? അതെ. അതെ, ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങളെയാ. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല, ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. 2 ദിവസമായിട്ട് തീറ്റയില്ല, കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മക്കള്? 3. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. അയവർക്കണ കണ്ടില്ലേ? ഇങ്ങനെ പഴയതൊക്കെ വയ്ക്കുന്നു പോയ ക്ലീൻ. അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ. എന്താ? ഈച്ച. എടാ പ്രഭുദേവേ. പ്രഭുദേവ നിന്റെ അച്ഛൻ. ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മോർണിംഗ് വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ. നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോടാ എനിക്ക് പേരിട്ടത്. ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ. അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചവരി പിറ്റിയായിരുന്നു വയറിളക്കി കൊണ്ടുവന്നു.
ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്ത് പറ്റി ചേട്ടൻ? പശുവിന് എന്ത് പറ്റി? നല്ല സുഖമില്ല. അയ്യടാ, ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാനല്ലോ. എന്താ അസുഖം? അകട്ടിലൊരു നീര് പോലെ. അകറ്റില്ല നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണാ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ. ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ? അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരാടാ? പ്രഭുദേവന്റെ അച്ചാച്ചൻ. എന്റെ അച്ചാച്ചൻ വിളിച്ചാൽ നിന്നെ അണപ്പല്ലേ? ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ, കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. അറിഞ്ഞില്ല കൊച്ചു ഡോക്ടറെ. അപ്പൊ അകിടിന്റെ കാര്യം? അകിടി മണ്ണാങ്കട്ട പാലിൽ തീ പിടിച്ചപ്പോൾ അകിടി കൊണ്ടുവന്നത്. അകിടി കാലുപോയി, കുടത്തി കാലുപോയി. ഡോക്ടറെ, ഒരു കൊച്ചു ആണിരോഗിയാണ് ഡോക്ടറെ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. എടുക്കാനായിട്ട് മുമ്പിൽ മാറണോ? ആ മുഖം കണ്ടിട്ട് മൃഗഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടർ. ഞാനൊന്നും പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2 മുന്നേ കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വിരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. ഏത് മാപ്പാടാ? ഇന്ത്യയുടെ സൊമാലിയുടെ? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാപ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. അത് മതി. എടാ പ്രഭുദേവാ, ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല. മേലാൽ ഇത് കൈകൊണ്ട് തൊട്ടാ. അങ്ങനെ എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല. BP ഉള്ളത് കൊണ്ട് ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചെന്നപ്പോ പൊട്ടിച്ചിരിയായിരുന്നു. ഇതുപോലെ കസേര എണീക്കണോ? ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി. അത് ഞാനാണ്. അവിടെ ഈ കസേര താനിനി ഇവിടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കാനും എനിക്ക് പവറുണ്ട്. പവർ ഹൗസ് ചവറേ, ഉത്തരം പറയാതെ സാറിനെ അനുസരിക്കണോ? എടാ വെളുത്തവനെ അപ്പാന്ന് വിളിക്കാൻ തെണ്ടി. നീ ആരാണ് എന്നെ പറഞ്ഞനുസരിപ്പിക്കാൻ? ഇത് എന്റെ സാമ്രാജ്യമാണ്. ഞാൻ ഇവിടുത്തെ രാജാവാണ്. ഇതെന്റെ സിംഹാസനമാണ്. കിരീടം കാലിലാണെന്ന് മാത്രം. കസേരയോട് തിരിച്ചു. കസേര നീ മോഹിക്കണ്ടടാ. ഓടാതെ ചേട്ടാ ആ കൊച്ചു ഡോക്ടറോട് എന്റെ ചിട്ടി ചേരാൻ പറയൂ. പോടിയപ്പുറത്ത് ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കും ഞാൻ. മാറി നിൽക്കും രോഗികളെ. എന്റെ രോഗികളുടെ മുന്നിൽ വെച്ച് എന്നെ ഓടിക്കരുത്. ഇതെന്താ പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ. ചവിട്ടിക്കാനോ? ആ, ഇവിടെ കുത്തിവയ്പ്പില്ല, പിന്നെ വിത്തുകാളാ പ്രയോഗമാ. അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും. ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. ഇവനെ കാളും പേടിക്കണം അവനെ. കരിങ്കണ്ണനാ. ഡോക്ടർ ഓച്ചിറ വേലും.